الحمد لله ذي القوة المتين سبحانه هو الموفق والمعين. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. اللهم صل وسلم على عبدك ورسولك محمد النبي الأمي وعلى آله وصحبه أجمعين. عباد الله، أوصيكم وإياي أولاً بتقوى الله. الله تبارك وتعالى يقول واتقوا الله. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ടും ശരിയായ മുസ്ലിമീങ്ങളായി, മുഅ്മിനുകളായി, മുവഹ്ഹിദുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം, അധ്വാനിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ദിക്റുകളിൽ നാം ധാരാളമായി വർദ്ധിപ്പിക്കേണ്ടുന്ന ഒരു ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ. ഈ ദിക്റിൻ്റെ അർത്ഥം ലാ ഹൗൽ. ഹൗൽ എന്ന് പറഞ്ഞാൽ ഏതൊരു മാറ്റവും, ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊരു കാര്യത്തിലേക്ക്, ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്കുള്ള മാറ്റം, അത് സാധ്യമല്ല. വലാ ഖുവ്വ, ആ മാറ്റത്തിനുള്ള കരുത്ത്, ശക്തി, അതും സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി ഇല്ല. ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ടല്ലാതെ. അപ്പോൾ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ, അവൻ്റെ തൗഫീഖ് കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും മുക്തിയുമില്ല എന്നാണ് ആ ദിക്ർ അർത്ഥമാക്കുന്നത്. അതേപോലെ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഷർറുകളെ തടയാൻ സാധ്യമല്ല. ലാ ഹൗൽ എന്ന് പറഞ്ഞാൽ ഷർറുകളിൽ നിന്ന് രക്ഷപ്പെടാനോ അതിനെ തടയാനോ സാധ്യമല്ല. വലാ ഖുവ്വ, ഖൈറുകൾ നേടിയെടുക്കുവാനോ കൊണ്ടുവരുവാനോ സാധ്യമല്ല. ഇല്ലാ ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് കൊണ്ടല്ലാതെ. അപ്പോൾ ഈ നിലക്ക് സൃഷ്ടികൾ അവരുടെ ദുർബലത പ്രഖ്യാപിക്കുകയും അംഗീകരിക്കുകയും സ്രഷ്ടാവിൻ്റെ ശക്തിയും കഴിവും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന തൗഹീദിൻ്റെ, തവക്കുലിൻ്റെ, വിനയത്തിൻ്റെ, താഴ്മയുടെ, അഹങ്കാരം ഉപേക്ഷിക്കുന്നതിൻ്റെ, അതിലേക്കെല്ലാം നയിക്കുന്നതിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്ന ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ടാണ് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നിങ്ങനെ ആവർത്തിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ കേട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞു, അലാ അദുല്ലുക അലാ കൻസിൻ മിൻ കുനൂസിൽ ജന്നഹ്, സ്വർഗത്തിൻ്റെ ഖജനാവുകളിൽപ്പെട്ട, നന്മയുടെ ശേഖരങ്ങളിൽപ്പെട്ട ഒന്നിനെ സംബന്ധിച്ച് പറഞ്ഞു തരട്ടെയോ? ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ സ്വർഗത്തിലെ നിധിയാണ്, കൻസാണ്, നിധിശേഖരമാണ്, പുണ്യങ്ങളുടെ കൂമ്പാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അക്സിർ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഫഇന്നഹാ കൻസുൻ തഹ്തൽ അർശ്. താങ്കൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ വർദ്ധിപ്പിക്കണം, ധാരാളമായി ചൊല്ലണം. കാരണം അത് അർശിൻ്റെ താഴെയുള്ള കൻസിൽപ്പെട്ടതാകുന്നു. എന്ന് പറഞ്ഞാൽ ഇത് ചൊല്ലുന്ന ആളുകളുടെ പ്രതിഫലം, അവർക്കുള്ള കറാമത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലും അർശിൻ്റെ താഴെയും ശേഖരിച്ചു വെക്കും. അതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അത്രമാത്രം പ്രതിഫലമുള്ള ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഹബ്ബുൽ കലാമി ഇലല്ലാഹ്,
അള്ളാഹുവിലേക്ക്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാം എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്ന ദിക്റുകളിലൊന്ന് പ്രവാചകൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഇതെല്ലാം അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റുകളാണ്. അതിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ ഒന്ന് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്റാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലുടനീളം ഈ ദിക്ർ അഥവാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ നാം ധാരാളമായി വർദ്ധിപ്പിക്കുക. പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ചില സന്ദർഭങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലും ചില സന്ദർഭങ്ങൾ കാണാം. ആ സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ചും ഈ ദിക്ർ ചൊല്ലാൻ നാം ശ്രദ്ധിക്കണം. അതിലൊന്ന് അനുഗ്രഹങ്ങൾ കാണുമ്പോഴാണ്. സൂറത്തുൽ കഹ്ഫിൽ നമുക്കറിയാം, രണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള സംസാരം. അതിൽ അള്ളാഹുവിനെ നിഷേധിച്ച സഹോദരനോട് മുസ്ലിമായ സഹോദരൻ പറയുന്ന വാക്കുണ്ട്, വലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാ ഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിന്റെ തോട്ടത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ മാഷാ അല്ലാഹ്, ഇത് റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ടും അള്ളാഹു ഉദ്ദേശിച്ചിട്ടും കിട്ടിയതാണ്. ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, റബ്ബിനെ കൊണ്ടല്ലാതെ ഒരു ഖുവത്തില്ല, ഇതെൻ്റെ കഴിവല്ല എന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? പക്ഷേ നീ നിൻ്റെ കഴിവിൽ അഭിരമിക്കുകയാണ്, നിൻ്റെ കഴിവ് കൊണ്ടാണ് നിനക്കത് ലഭിച്ചത് എന്ന് നീ വിചാരിക്കുകയാണ്. എന്നാൽ അങ്ങനെയല്ല, റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നിഅമത്തുകൾ കാണുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്ക് നിഅമത്തുകൾ വരുമ്പോൾ നാം പറയണം, സ്വന്തമായി അഹങ്കരിക്കരുത്, മറിച്ച് ഇത് റബ്ബിൻ്റെ തൗഫീഖാണ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയണം. അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ അത്അമ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഒരാൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, റബ്ബിന് സർവസ്തുതിയും, അവൻ എനിക്ക് ഈ ഭക്ഷണം നൽകിയിരിക്കുന്നു, വറസഖനി, അവനാണ് എനിക്കിത് നൽകിയത്, അവനാണ് എന്നെ തീറ്റിച്ചത്, മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ, ഹൗലും ഖുവ്വത്തും എന്നിൽ നിന്നല്ല, പിന്നെയോ അവനിൽ നിന്നാണ്, എൻ്റെ അടുത്ത് നിന്നുള്ളതല്ല ആ ഹൗലും ഖുവ്വത്തും, അത് റബ്ബിൽ നിന്നുള്ളതാണ് എന്ന് അംഗീകരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആ വ്യക്തിയുടെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഈ ദിക്ർ ചൊല്ലിയാലുള്ള ഫളലാണത്. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ അത്അമ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ എന്ന ദിക്ർ ഭക്ഷണശേഷം പറഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാകുന്നു. അതേപോലെ തന്നെ പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ വിളിച്ചു പറയുമ്പോൾ ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്, നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് വിളിക്കുമ്പോൾ നാം ആവർത്തിക്കേണ്ടത് എന്താണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഹൗലുമില്ല ഖുവത്തുമില്ല എന്ന് പറഞ്ഞാൽ ഈ അദാന് കേൾക്കാനും അതിന് ഉത്തരം നൽകാനും പള്ളിയിലേക്ക് പോകാനും നമസ്കരിക്കുവാനും വിജയം നേടിയെടുക്കുവാനും റഹ്മാനായ റബ്ബിൻ്റെ തൗഫീക്ക് കൊണ്ടല്ലാതെ സാധ്യമല്ല എന്ന് പ്രഖ്യാപിക്കുകയും ആ റബ്ബിന് ഉത്തരം നൽകാൻ തയ്യാറാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് അതിലൂടെ സംജാതമായി തീരുന്നത്. അപ്പോൾ അതും അതിൻ്റെ ഒരു സന്ദർഭമാണ്. അതേപോലെ തന്നെ ദുആകൾക്ക് മുന്നോടിയായി അള്ളാഹുവിനെ സ്തുതിക്കുന്നതിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന വാക്ക് കൊണ്ടുവരണം. ഒരിക്കൽ ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്കൊരു ദുആ പഠിപ്പിച്ചു തരണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൽ, നീ പറയണം, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഈ കലിമാത്തുകളൊക്കെ റബ്ബിനുള്ളതാണ്, അള്ളാഹുവിനുള്ള പ്രശംസയാണ്, എനിക്കുള്ളത് എന്താണ്? എനിക്ക് വേണ്ടി ഞാൻ എന്താണ് ദുആ ചെയ്യേണ്ടത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ നീ ഇങ്ങനെ ദുആ ചെയ്യുക, അല്ലാഹുമ്മ ഗഫിർലി, റബ്ബേ എനിക്ക് പുറത്തു തരണമേ, വർഹംനി, എന്നോട് കരുണ കാണിക്കണമേ, വഹ്ദിനി, എനിക്ക് നീ നേർമാർഗം കാണിക്കണമേ, വറുസുഖ്നി, നീ എനിക്ക് ഉപജീവനം നൽകണമേ എന്ന പ്രാർത്ഥനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ആ പ്രാർത്ഥനയുടെ മുന്നോടിയായി പറയപ്പെട്ട ദിക്റിൽ അള്ളാഹുവിനുള്ള സനാഅുകളിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള ആ ഒരു ഹംദ് കൂടിയുണ്ട്. അത് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്നാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ആ നിലക്ക് ഈ സന്ദർഭങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ള ഈ ദിക്ർ ഈ സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ചും അല്ലാത്ത സന്ദർഭങ്ങളിൽ ധാരാളമായും നാം ചൊല്ലുക. അത് സ്വർഗ്ഗത്തിലെ കൻസാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله فإن أحسن الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഫുകളിൽ ഇടതൂർന്നിരിക്കുക. പിറകിലുള്ള ആളുകളൊക്കെ മുന്നിലുള്ള സഫുകളിൽ ഒഴിവുള്ള ഭാഗങ്ങളിലേക്ക് കയറിയിരിക്കുക. പിന്നീട് വരുന്ന ആളുകൾക്ക് സ്ഥലം ലഭിക്കാൻ വേണ്ടിയാണ്. ആगे के सफ़ में आके बैठो, जो लोग बाद में आएगा उनको बैठने का जगह मिलना चाहिए, इसलिए सामने आके बैठो, वो सुन्नत है. സഹോദരങ്ങളെ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയേണ്ടുന്ന സന്ദർഭങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് നാം വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാഹ്, അള്ളാഹുവിൻ്റെ നാമത്തിൽ, തവക്കൽതു അലല്ലാഹ്, ഞാനിതാ അള്ളാഹുവിൽ ബരമേൽപ്പിച്ചിരിക്കുന്നു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അവന് അത് മതിയായതാണ്. പിശാച് അവനിൽ നിന്ന് അകന്നുകൊണ്ട് പറയും, ഒരു വ്യക്തിക്ക് ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല, മലക്കുകൾ പറയും ഖദ് കുഫീത, മലക്കുകൾ പറയും ഖദ് കുഫീത, നിനക്ക് ഈ ദിക്ർ മതി, ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പറയപ്പെടും കുഫീത വവുഖീത വഹുദീത, ഈ ദിക്ർ നിനക്ക് മതിയായതാണ്, നീ എല്ലാ ഷർറുകളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു, നിനക്ക് നേർമാർഗവും ലഭിച്ചിരിക്കുന്നു. വതനഹ അൻഹു ശൈത്താൻ, അത് പറയുമ്പോൾ പിശാച് അവനിൽ നിന്ന് മാറി നിൽക്കുമെന്നാണ്. അതുവരെ അവൻ്റെ കൂടെ നിൽക്കും, അവനെ വഴിതെറ്റിക്കാൻ വേണ്ടി. പക്ഷേ ഈ ദിക്ർ ചൊല്ലുന്നതോടുകൂടി വതനഹ അൻഹു ശൈത്താൻ, പിശാച് മാറി നിന്നിട്ട് മറ്റൊരു പിശാചിനോട് പറയും. അഥവാ അവർ സംഘങ്ങളായിട്ടാണ് വരിക. അപ്പോൾ മറ്റൊരു പിശാചിനോട് ഈ ശൈത്താൻ പറയുകയാണ്, കൈഫ ബിക ബിറജുലിൻ, ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിനക്ക് എന്തുണ്ട് ചെയ്യാൻ, ഖദ് കുഫി, അയാൾക്ക് മതിയായത് ലഭിച്ചിരിക്കുന്നു, വവുഖിയ, റബ്ബ് സംരക്ഷണം കൊടുത്തിരിക്കുന്നു, വഹുദിയ, അള്ളാഹു മാർഗദർശനം നൽകിയിരിക്കുന്നു. റബ്ബിൻ്റെ സംരക്ഷണം കിട്ടിയ, റബ്ബിൻ്റെ മാർഗദർശനം കിട്ടിയ ഒരാളെ വഴിതെറ്റിക്കാൻ ഇനി നമ്മൾ ശ്രമിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിശാച് അയാളിൽ നിന്ന് അകന്നു പോകും. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ദിക്ർ ചൊല്ലുന്നത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക. ആ നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി നാം ദിക്റുകൾ ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കാം. എല്ലാ അർത്ഥത്തിലും റബ്ബിൻ്റെ സഹായമുണ്ടാകും. അതുകൊണ്ട് ദിക്റുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുക. അതിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്റും വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ വഗ്ഫിർ ലനാ വർഹംനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അർഹമി ശൈഖ് സായിദ് വശൈഖ് മക്തൂം വശൈഖ് ഖലീഫ وإخوانهم شيوخ الإمارات الذين انتقلوا إليك. اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضاه. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.